അപ്പൊ പുതിയ ആളുകൾ വളരെ കുറവാണതിൽ. എല്ലാവർക്കും ഒരു തരത്തിലെങ്കിൽ 10 തരത്തിലെ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. പേര് ദോഷം റംലത്ത് എന്ത് ചെയ്യുന്നു? ഹോംലെസ്. കഴിക്കാൻ പറ്റി വീണാണ്. ഓക്കെ ഓക്കെ. ടെൻഷൻ അതിനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് ടെൻഷൻ അടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അല്ലേ? നമുക്കൊരു റബ്ബർ ബാൻഡ് കയ്യിലിട്ടിരിക്കട്ടെ, റബ്ബർ ബാൻഡ് പിടിച്ച് വലിച്ച് കെട്ടിവെക്കാനോ അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് റബ്ബർ ബാൻഡിന്റെ ഉടമയ്ക്കാണ്. അതിനെ വിട്ടുവെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ഏതെങ്കിലും നമ്മൾ പിടിച്ച് വലിക്കുമ്പോഴാണ് ടെൻഷൻ ആവുന്നത്. വെറുതെ ഒഴുകുന്ന സാധനത്തിൽ തിരിച്ചു വിടുക എന്നുള്ള നമ്മുടെ രീതിയല്ലേ, മനുഷ്യന്റെ സ്വഭാവം. അതുപോലെ തന്നെ റബ്ബറത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിൽ വിട്ടാൽ മതി, അത് ലൂസായിക്കൊണ്ടുണ്ടാവും. പിടിച്ചു വെക്കാതിരുന്നാൽ മതി. നമുക്ക് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം മരിക്കുന്നുള്ളത് അല്ലെ? കേട്ടോ, വേറെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അടുത്ത നിമിഷം കിട്ടാൻ ഉറപ്പുണ്ടോ? മരിക്കുന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല, ഉറപ്പല്ലേ? സംശയമേ ഇല്ല. ഇതിനെയാണ് മറ്റുള്ളവരെല്ലാവരും പേടിക്കുന്നത്. മരണത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. മരണം ഉറപ്പായിട്ടുണ്ടാവും, അതിന് മാറ്റാൻ കഴിയില്ല. ആ മാറ്റാൻ കഴിയാത്ത കാര്യത്തിൽ പേടിക്കുകയും മാറ്റാൻ കഴിയുന്ന എല്ലാ തരത്തിലും നമുക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളെ ഒന്നും പേടിയില്ലാതെ ചിന്തിക്കുകയും. ശരിക്കും പറഞ്ഞാൽ മരിക്കും എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒന്നും വരാനില്ലല്ലോ. ആ കാര്യം ഉറപ്പാണ്. അതിനിടയിലുള്ള കാര്യങ്ങളെ കുറിച്ച് പേടിക്കും. വിട്ടാ മതി, ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല, അതിന് ഒന്നും സംഭവിക്കും. അത് നമ്മൾ നമ്മള് ഈ പലപ്പോഴും പല ചോദ്യത്തിന്റെയും ഉത്തരം ആ ചോദ്യത്തിന്റെ സമയത്ത് ചോദിച്ചാൽ കിട്ടില്ല. പ്രശ്നത്തിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചൊരു വിഷയമുണ്ടല്ലോ, അതിന് പ്രശ്നത്തിലായിരിക്കുന്ന ആൾക്ക് അതപ്പോൾ മനസ്സിലാവില്ല. സൊല്യൂഷൻ യഥാർത്ഥത്തിൽ വളരെ എളുപ്പമാണ്. ഈ പ്രോജക്ടർ കണ്ടു, പ്രോജക്ടർ സിനിമ കാണിക്കുന്ന പ്രോജക്ടർ ഇങ്ങനെ ഒരു പെട്ടി ഉണ്ടാവും, അപ്പുറത്ത് സ്ക്രീനിൽ കാണുന്നു. ഈ പ്രോജക്ടറിലൂടെ നമ്മൾ നടക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടാണ് പ്രോജക്ടർ. നമ്മളെ കാഴ്ചപ്പാടുകൊണ്ട് എങ്ങനെയൊക്കെ നോക്കുന്നു, നമ്മുടെ കാഴ്ചപ്പാട് അവിടെ കാണും. മനസ്സിലായോ? നമ്മുടെ കാഴ്ചപ്പാടും കൊണ്ട് നമ്മൾ എങ്ങോട്ടേക്ക് നോക്കുന്നു, ആ കാഴ്ചപ്പാട് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു കാണും. ലോകം ഭയങ്കര മോശമാണെന്ന് വിചാരിച്ച് ലോകത്ത് നോക്കിയാൽ മൊത്തം മോശമായിരിക്കും. ലോകം നല്ലതാണെന്ന് വിചാരിച്ച് നോക്കിയാൽ മൊത്തം നല്ലതായിരിക്കും. സിനിമയിലെ നല്ല സീനുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കരയാറില്ല, ഇല്ലേ? ഇല്ല, വീട്ടിലായിട്ട് കരയില്ല. നിങ്ങളെ യുക്തിവാദമൊക്കെ പറച്ചിലേ ഉള്ളൂ, ഇതിനുള്ളിൽ നല്ല മനുഷ്യരുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ആയിട്ട് ആ സോഫ്റ്റ്നെസ് അത് പിടിയിരിക്കുന്ന എല്ലാവരുടെയും ഉണ്ടാവും. അത് കണ്ട കരയാൻ നമ്മുടെ എല്ലാ മനുഷ്യരുടെ നന്മയൊക്കെ. പക്ഷെ ജീവിത സാഹചര്യങ്ങളോട് നമ്മൾ മറ്റു പലതുമായിട്ട് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരെയൊക്കെ ശ്രദ്ധിക്കുന്നില്ല, മറ്റുള്ളവർ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഈ മറ്റുള്ളവരുടെ ലോകത്ത് ജീവിക്കുന്നതിന് നമ്മുടെ ലോകത്ത് നമ്മൾ ശുദ്ധമായിരുന്നാൽ മതി. അതെ, തൽക്കാലത്തേക്ക് പരിചരിക്കുന്നു. നമുക്കിത് കഴിവുള്ള സന്തോഷമായിട്ടിരിക്കുന്നു. വെറുതെ ഇവിടെ കരഞ്ഞു പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ ഒക്കെ ഒരു അവസ്ഥ പരിഹാരമാണ് കേട്ടോ. ഒക്കെ ശരി. അപ്പോ പരിചയപ്പെടുത്തലിന്റെ പരിപാടിയാണ്. അപ്പോ ഈ ആളുകൾ എന്നാലും പറയാം, പാലക്കാട് ജില്ലയിലെ ഗവൺമെന്റ് ജനിച്ചു 1970 ജനിച്ചു. 81 ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ ആത്മീയത എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും മുമ്പോട്ട് വയ്ക്കുന്ന കാര്യം. എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സംഗീതത്തിലായിരിക്കുക, പാട്ടിലായിരിക്കുക, പാട്ടിനകത്തായിരിക്കുക. പാട്ടിനകത്തായിരിക്കുമ്പോ ഒരു കാര്യം ഞാനും അതും തമ്മിൽ വേറെ അല്ലാത്തൊരവസ്ഥ. ആ കേൾക്കുന്ന പാട്ടും ഞാനും രണ്ടല്ലാത്തൊരവസ്ഥയാണ്. കുറെ കാലം കഴിഞ്ഞപ്പോ എന്നെ കൊണ്ട് പുറത്തുമുട്ടി എന്റെ വീട്ടുകാരൻ ഒരാളുടെ ഉണ്ടാക്കി. അയാള് പറഞ്ഞു ആ സംഭവത്തിന്റെ പേരാണ് യോഗം. യോഗം കേട്ടിട്ടുണ്ടോ? യോഗം എന്ന് കേട്ടിട്ടുണ്ടോ?
യോഗം കേട്ടിട്ടുണ്ടാവും. ആ യോഗം എന്നുള്ളതിന്റെ ഈ നിയോഗം, അതെ, ആ യോഗം എന്നുള്ളതിന്റെ നീ നിശ്ചിതമായിരിക്കണമല്ലോ നിയോഗം എന്ന് ചേരുന്ന നിശ്ചിതമായ ചേർച്ച ആണ് യോഗം. യോഗം എന്ന് വെച്ചാൽ ചേർച്ചയാണ്, ചേർന്നിരിക്കുന്നത് മറ്റൊന്നുമായി ചേരുന്നൊരവസ്ഥ. ഇതിൽ ഏതോ പൊട്ടന്മാരെന്ന് വെച്ചാല് ഇതെന്താണ് യോഗം എന്ന് ഒരാള് ഈ അഗസ്ത്യൻ എന്ന് പറയുന്ന താടി വെച്ചൊരു കവി, അപ്പൊ അഗസ്ത്യൻ എന്ന് പറയുന്ന ആള് ഇത് കേട്ടിട്ട് ആകെ ഇൻസ്പയർഡ് ആയി. ഇതാണോ യോഗം? പുള്ളി നേരെ വീട്ടിൽ പോയി അമ്മ ദേവഭൂതിയെ വിളിച്ചു ഇതാണ് സംഭവം. ഇങ്ങനെ യോഗം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവമാണ്. അത് എന്റെ ഗുരു പറഞ്ഞു, അത് 8 സ്റ്റെപ്പുള്ള ഒരു പരിപാടിയാണ്. അമ്മയ്ക്ക് മനസ്സിലാകാൻ പാകത്തിൽ പുള്ളി ലളിതമാക്കിയാണ് പറഞ്ഞത്. അപ്പൊ അമ്മയുടെ പണിക്കാരനെ, വീട്ടിലെ അടുക്കള പണിക്കൊക്കെ വരുന്ന ആളുകളുണ്ട്, പണിക്കാരനെ പറഞ്ഞു. അയാള് ഞങ്ങളുടെ നാട്ടിൽ പറയാം പര്യമ്പറത്ത് പറയും. പര്യമ്പറത്ത് ഇങ്ങനെ എത്തി നോക്കിയത് ആ സംഭവം ഇയാൾ പറയണം. യോഗത്തെ കുറിച്ച് പറയുന്നത് കർമ്മൊന്നും എനിക്ക് മനസ്സിലായില്ല. ആശാൻ അതിന് മൊത്തത്തില് ഈ അഗസ്ത്യൻ ദേവഭൂതിക്ക് പറഞ്ഞ കാര്യങ്ങൾ അടിച്ചു മാറ്റിയിട്ട് ഈ ആശാൻ ചെറിയൊരു സ്ക്രിബ്ലിംഗ് പാറ്റേൺ എടുത്തൊക്കെ എഴുതിയിട്ട് ഈ സാധനം പബ്ലിഷ് ചെയ്തു. അയാളാണ് ആധുനിക യോഗശാസ്ത്രത്തിന്റെ പിതാവ് അറിയപ്പെടുന്ന പതഞ്ജലി. അടിച്ചു മാറ്റിയ ആളുകളിൽ പറയാൻ ഒരു കഷ്ടം ആയതുകൊണ്ട് യോഗം എന്ന് പറയുന്നത് യോഗ പറഞ്ഞു നിർത്തി. അതായത് സംസ്കൃതമാക്കല്ലേ, തമിഴിൽ പറഞ്ഞ ശരിയാണ്. തമിഴിൽ സംസ്കൃതി പറയണമെങ്കിൽ പറയണം. അപ്പൊ യോഗ ആണ് യോഗ. ബോർഡൊക്കെ കാണില്ല എല്ലായിടത്തും യോഗ എന്ന് കാണുന്നത്. അതല്ല സാധനം, യോഗമാണ്. യോഗം ചേർച്ചയാണ്. നമ്മളിവിടെ കൈകോർത്ത് നിന്നില്ലേ? നിങ്ങൾ അവിടെ കോളേജ് വരെയാണെങ്കിൽ കൈകോർത്ത് പലവര് കൈകോർത്ത് നിൽപ്പിന് വേറെ കുറെ അനുഭവങ്ങൾ ഉണ്ടല്ലോ. ചേട്ടൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ. കൈകോർത്തോടിയെന്ന് ഓർമ്മയില്ലേ? കൈകോർത്തോടിയ ഓർമ്മയില്ലേ? എങ്ങനെയുണ്ട്? ആ ഫുഡ് പറയാം. ആ കൈകോർത്തോടിയ അനുഭവം അതൊരു ബിംബം തന്നെയാണ്. കൈകോർത്ത് പിടിച്ചിട്ട് ഓടാൻ ആദ്യം ഓടാന്ന് വിചാരിച്ചു. ഓടി കഴിഞ്ഞപ്പോഴാണ് ഒരു കണ്ണടക്കാൻ ഓർമ്മ. എവിടേക്കാണ് ഒരു പറഞ്ഞെന്ന് പറയാം. അടിക്കുന്നതുള്ള ധൈര്യത്തിലാണ് ഓടി നോക്കി ഞാൻ കണ്ട കാഴ്ചകൾ എന്താണെന്ന് എനിക്ക് നിയമപ്പോൾ 2 ഇറങ്ങി വന്ന സമയം ഗർഭത്തിലേക്ക് 10 കിലോമീറ്റർ ഒരു അടുത്തിരിക്കുന്ന ഹോൾഡ് ചെയ്തു. 2ാമത്തെ സമയം എന്താ പറഞ്ഞത് കൈ കുറച്ചുകൂടെ വലുതായിരുന്നു, എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റി. കിടന്നു. പക്ഷെ അപ്പോഴാണ് പരസ്പരം കൂടികളുള്ള പേടിക്കുന്ന തിരിച്ചറിവ് ഇവിടെ ഓടിയാണ് അല്ലെങ്കിൽ ഇവരെ ഒരുമിച്ച് മക്കളെ കൊണ്ടുവരാത്ത കഷ്ടമായി. ഒരുപാട് ദൂരമുണ്ടല്ലേ? നാളെ നമ്മൾ തലശ്ശേരി ഉണ്ടാവും. സാധ്യമെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി പരിപാടികളാവും. അപ്പോ ഈ കൈ പിടിച്ച് ഓടിയ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ അനുഭവം, ഇവരൊക്കെ അനുഭവിച്ച അനുഭവം എന്ന് നമ്മള് ഓടാൻ ഒരു സ്ഥലത്ത് നിന്ന് ഓടാൻ അത് കണ്ണുപിടിച്ച് ഓടുകയാണെങ്കിൽ ധൈര്യം നമുക്ക് തീരെയുണ്ടാകും, കുറച്ചോളം ധൈര്യം ഉണ്ടാകും. പക്ഷെ ഇവരൊക്കെ കണ്ണുപിടിച്ചു ഒരു പേടിയില്ലാതെ ഇവിടെ അല്പം പേടിച്ചു എന്നതിന് വേറൊരു കാരണമുണ്ട്. പിടിച്ച കൈ പിടി വലുതായി അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ. ഒരു കൈ വളരെ ചെറുതുമായി. പക്ഷെ ഈ ഒരു പിടുത്തത്തിലുള്ള ഓട്ടത്തിൽ നമുക്കൊരു ഉറപ്പ് കിട്ടും, എന്റെ അപ്പുറവും ഇപ്പുറവും ഉള്ളതെല്ലാം കൂടെ എന്നെ താങ്ങിക്കൊള്ളു. തിരക്കുള്ള ബസ്സിൽ കയറി പിടിക്കേണ്ട കാര്യം നിന്ന് കൊടുത്താൽ പറയാം, നിന്ന് കൊടുത്താൽ മതി. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യം
പക്ഷെ നമ്മുടെ ധാരണ മ്യൂസിക് അറിയാം പിടിക്കണം, പിടിച്ചിരിക്കണം. പിടിക്കാന്ന് വെച്ചാൽ ഇപ്പൊ വല്ല വർക്ക്ഷോപ്പുകാരന്റെ വീട്ടിൽ വളർന്ന ഒരാളാണെങ്കിൽ പിടിച്ചാൽ പിടിച്ചെടുത്ത് നെട്ടുകൊണ്ടോട്ട് അങ്ങനെ ഒരു ആവശ്യമില്ല. നമ്മള് കയറിയൊക്കെ നിന്ന് കൊടുത്താൽ മതി, അതങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയാണ് അതിന്റെ നിർമ്മിതി. അങ്ങനെയാണ് നിർമ്മിതി എന്ന് പറയുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ അഭിഷേക് ഗുരുവായൂരിന്റെ ഒരു ചെറിയ കഥ കേട്ടു. ഒരു സ്ത്രീക്ക് അമ്മായിയമ്മയായിട്ട് ഭയങ്കര കോൺഫ്ലിക്റ്റ്. അപ്പൊ അമ്മായിയമ്മയോട് പറഞ്ഞ് സംബന്ധിപ്പിച്ച ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. അപ്പോ അവരെ നമ്മൾ സംസാരിച്ച് തീരുമാനിക്കും ഇനി അമ്മായിയമ്മയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, വീട്ടിലേക്ക് വലിയ മാറ്റമൊന്നുമില്ല. അപ്പൊ ഇവിടെ വീണ്ടും പോയി. ഓരോ പ്രാവശ്യം സൈക്കാട്രിസ്റ്റിന് പോകുമ്പോഴും സൈക്കാട്രിസ്റ്റ് തലകുത്തി ശ്രമിക്കും, നടക്കുന്നില്ല. അവസാനം 10ാമത്തെ പ്രാവശ്യം പോയപ്പോ സൈക്കാട്രിസ്റ്റ് ഇത്രയും തവണ ശ്രമിച്ചിട്ടും എന്നിട്ടായി അമ്മയ്ക്ക് ഒരു മാറ്റമില്ല എന്ന് മനസ്സിലായില്ലേ? അതാണ് സത്യം. അമ്മ അങ്ങനെയാണ്, അതാണ് സത്യം. മാറ്റമില്ലാത്ത കാര്യങ്ങളോട് മല്ലിടലാണോ നമ്മുടെ പണി? അതുകൊണ്ട് കാര്യമില്ല. മാറ്റമില്ലാതെ അങ്ങനെ നിൽക്കുന്നതിനോട് പൊരുത്തപ്പെട്ടു പോവുക മാത്രമേ ഉള്ളൂ വഴി. മാറ്റമില്ലാത്ത കാര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോവുക. ഇതെന്തുകൊണ്ട് അങ്ങനെയായിരിക്കില്ല? ഞാനിതിനോട് പ്രതിരോധിക്കണം, എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പകല് സൂര്യൻ ഉദിക്കുന്നു, എനിക്കിത് ഇഷ്ടമല്ല, പകല് ചൂടുന്നു, എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റുന്നുണ്ട്. മാറ്റമില്ല, അതങ്ങനെയാണ് എന്നുള്ള സത്യത്തെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പകല് സൂര്യപ്രകാശം ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ തണലും തിരുന്നാ പോലെ, അല്ലെങ്കിൽ തണൽ ഉണ്ടാക്കിയാൽ പോലെ, സൂര്യപ്രകാശത്തിൽ പോകില്ല തീരുമാനിച്ചാൽ പോലെ. എനിക്ക് ബുദ്ധിമുട്ടുള്ളതിൽ നിന്ന് ഞാനൊന്ന് അകത്ത് നിൽക്കണമെങ്കിൽ പ്രപഞ്ച യാഥാർത്ഥ്യത്തെ മാറ്റാൻ നമുക്ക് കഴിയില്ല. പ്രപഞ്ച യാഥാർത്ഥ്യം എന്ന് പറയുന്നതാണ് സത്യം. അതിനോട് ചേർന്നിരിക്കാൻ എങ്ങനെ ചേർന്നിരിക്കാൻ പറ്റുമോ അങ്ങനെ ചേർന്നിരിക്കാൻ പറ്റുന്നതാണ് ഈ യോഗം എന്ന് പറയുന്നത്. നമ്മളെല്ലാരും കൂടെ കൈകോർത്തപ്പോ ഇവിടെ കൈകോർപ്പ് നിന്നേ ഉള്ളൂ, അവിടെ കൈകോർത്ത് ഓടിയപ്പോ നമുക്ക് കിട്ടിയ ഒരു ഉറപ്പുണ്ട്, ഞാൻ എങ്ങനെ ഓടിയാലും ഞാൻ പോകില്ല, ഞാൻ ഒറ്റയ്ക്കല്ല. ജീവിതത്തിൽ ജനിച്ച കാലം മുതൽ മത്സരങ്ങളിലാണ്. ഇപ്പോ പറഞ്ഞു കേട്ടില്ലേ, എല്ലാവരും എന്നെ എങ്ങനെ കാണുന്നു എന്ന് പറയുന്നത് കേട്ടില്ലേ? നമ്മുടെ ഓട്ടങ്ങളിൽ നമുക്ക് പ്രതിരോധങ്ങളാണ്, ചുറ്റും വിഷമങ്ങളാണ്. അതിന് പകരം ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളത് തിരിച്ചറിവ്, അത് നമുക്ക് നൽകുന്ന ഉറപ്പത്ര വലുതാണ്. നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുമിച്ചാണ് എന്നുള്ളത് മനസ്സിലാക്കുക, നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കുക. ഈ യോഗത്തിന്റെ കണക്ക് നമ്മൾ എന്തിനോടെല്ലാമാണ് ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. തിരുവനന്തപുരത്ത് ഒരു സിദ്ധനുണ്ടായിരുന്നു. അപ്പൊ അതും ഇതുപോലെ തന്നെ വേറൊരു ഭാര്യ ഭർത്താവ് നമ്മൾ അടിയുടെ സമയത്ത് ഒരു ഭർത്താവ് കാണാൻ പോയി. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞത്. ഭാര്യയെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഞാൻ എന്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവാൻ പറഞ്ഞു വിളിച്ചു. ഞാൻ എന്ത് പറഞ്ഞാൽ അവർക്ക് എന്നോട് ദേഷ്യമാണ്. സിദ്ധ പറഞ്ഞു, ഇടാ സന്തോഷമായിരിക്കും, നീ എപ്പ എവിടെ ഇങ്ങനെ എങ്ങനെയോ അപ്പ അവിടെ അങ്ങനെ എങ്ങനെ ആയിരുന്നാലും എവിടെ പൊരുത്തമായാൽ മതി. നീ ഇനി അവർന്ന് കാണിച്ചാൽ അപ്പൊ നീ വിചാരിക്കണം എപ്പ എവിടെ ഇങ്ങനെ അപ്പ അവിടെ സ്വാമി പോയി. ഒരു മാസം സ്വാമി പറഞ്ഞതുപോലെ എപ്പോഴൊക്കെ പ്രശ്നമുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ടും അവർക്ക് മാറ്റവും. എല്ലാവർക്കും താമസം മനസ്സിലായെന്ന് അറിയില്ല. സ്വാമി പറഞ്ഞത് എന്താ, അവിടെ മാറ്റം ഉണ്ടാകില്ല, നീ പൊരുത്തമാവുകയാണ് വേണ്ടത് എന്നില്ല. അവിടെ മാറ്റം ഉണ്ടാവുകയില്ല, നീ പൊരുത്തമാവുകയാണ് വേണ്ടത് എന്നതാണ് പറഞ്ഞത്. നീ പൊരുത്തമാവുക എന്നുള്ളതിന് പകരം അവിടെ മാറ്റം ഉണ്ടാകുന്ന മനസ്സമാനം പോകില്ലേ? അപ്പോ നമ്മളിവിടെ യോഗത്തിലാവുക എന്ന് പറയുന്നത് ആ ചുറ്റുപാടുമായിട്ടും സാഹചര്യങ്ങളുമായിട്ടും പൊരുത്തമാവുക എന്നത് തന്നെ, അത് തന്നെയാണ് ആദ്യത്തെ സമാധാനം. പിന്നെ ഈ പറഞ്ഞതുപോലെ ചുറ്റുപാടിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ നമ്മുടെ ഉള്ളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ മാറും. എല്ലാവരും എന്നെ കണ്ടാൽ ദേഷ്യപ്പെടുന്നു, എല്ലാവരും എന്നോട് വെറുപ്പാണ് കാണിക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ ചെറിയൊരു വിദ്യാഭ്യാസം
3 മാസം കഴിഞ്ഞ് എന്നെ വന്ന് കാണണം, എന്നെ വന്ന് കാണാൻ ഗുരുകുലത്തിൽ വന്ന് കാണാം. ഞാൻ ഈ പറയുന്ന വിദ്യ പ്രയോഗിച്ചു മറ്റുള്ളവരിൽ നിന്ന് വർക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് എന്നെ വന്ന് കാണാൻ ഞാൻ പറഞ്ഞ പണി ദിവസവും ചെയ്യാം. അത്ര കാര്യമുള്ളൂ. ആരെ കണ്ടാലും ചിരിക്കുക. വലിയ കണ്ടു നമുക്ക് ചിരിക്കരുത്, അങ്ങനെയല്ല, പുഞ്ചിരിക്കുക, ഹൃദയത്തിൽ നിന്ന് പുഞ്ചിരിക്കുക. എന്നിട്ടോ ചെറിയ കാര്യങ്ങളും സർവാത്മനാണ് ഞങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ, എല്ലാ തരത്തിലും അദ്ദേഹത്തിന് നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഒറ്റ നിമിഷം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വിട്ടേക്ക. 3 മാസം ചെയ്യും. നിങ്ങൾ എന്നെ കാണാൻ എങ്ങനെ വരുന്നതെന്നില്ല. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറിയിരിക്കും, നിങ്ങളുടെ അനുഭവങ്ങൾ മാറിയിരിക്കും. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ചെയ്തു നോക്കിയിട്ടാണെങ്കിൽ എന്നെ അത് കണ്ടുപിടിക്കും. കാണുന്ന സമയത്ത്, കാണാൻ വരുന്ന സമയത്ത് കാണിക്കുകയൊക്കെ ഒരുപാട് കൊണ്ടുവരും ചെയ്യും. അതുപോലെ അനുഭവിക്കും. സിമ്പിളായിട്ടുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റും. നടക്കുന്ന കാര്യമാണ് ചിരിക്കുന്നത്, നടക്കുന്ന കാര്യമാണ് നല്ല കാര്യം. ചിരിച്ചാൽ മതി. എവിടെ കുഴപ്പം? ഞാനിപ്പോ പറഞ്ഞത് എല്ലാരും നോക്കി ചിരിച്ചാൽ മതി. സിമ്പിൾ അല്ലേ? പറയുന്ന കാര്യം സിമ്പിൾ അല്ലേ? അവര് ചിരിക്കും, അവർക്ക് അതിന്റെ ബെനിഫിറ്റ് ഇല്ലേ? ബെനിഫിറ്റ് ഉണ്ടല്ലോ. അല്ല, നമുക്ക് ഈ സംഭവം എല്ലാവരും നമുക്ക് ചിരിച്ചാൽ മതി എന്ന് പറയും. അതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഒന്ന് ചിരിക്കൽ പോലും നടക്കാത്ത നമുക്ക് പിന്നെ ജീവിതം മുഴുവൻ സുസ്ഥിരമാകണം, ജീവിതം മുഴുവൻ നന്മ ഉണ്ടാകുന്നതാണ്. വന്നോ? അതല്ല ചില നമ്മുടെ ആളുകളെ കണ്ടില്ല, അത് നമ്മുടെ ആളാണ്, അവൻ നമ്മുടെ ആളാണ്, ചിരിക്കാതിരിക്കുന്നുണ്ട്. അതിന് പകരം നിരുപാധികമായിട്ട് നിഷ്പക്ഷമായിട്ട് പുഞ്ചിരിക്കാൻ ഒന്ന് പഠിക്കുക. നമുക്ക് യോഗത്തിലാകാൻ പറ്റും. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തലെന്ന് അവസാനിപ്പിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് കയറാം. അത് മറ്റു അച്ഛൻ മരിച്ചു കിടക്കുന്ന ഒരാളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്കും. അതല്ല, അത് സ്ഥാനത്ത് സ്ഥാനം. ഇതിന്റെ സാമാന്യബോധം എന്നുള്ള സാധനം ഉപയോഗിക്കണം. സാമാന്യബോധം ഉപയോഗിക്കണം. എല്ലാത്തവർക്കും ചിരിച്ചാൽ ചിലപ്പോൾ അടി കിട്ടും. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ആ അടിയും കൊണ്ട് അങ്ങോട്ട് വരും. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു തുടങ്ങിയെടുക്കുന്നത് തന്നെ ബാക്കിയുടെ ഈ യോഗം എന്ന് പറയുന്നത് യോഗത്തിലാവുക, ചേർന്നിരിക്കാനുള്ള. ഒന്ന് ആലോചിച്ചു, നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ യോഗത്തിലാണ്. മനസ്സും ശരീരവും യോഗത്തിലല്ലെങ്കിൽ അസ്വസ്ഥതയും വിചാരിക്കുന്നിടത്ത് നമുക്ക് ഒരു സ്റ്റെപ്പ് കയറി പോകണം. മനസ്സിൽ നമുക്ക് അങ്ങനെ ഒരു തോന്നല് പോകും. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. നടക്കാൻ ഒരു കാല് മനസ്സിനനുസരിച്ച് ശരീരം വന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നി. നമുക്കിപ്പോ ഇവിടുന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ നെതർലൻഡ്സിലേക്ക് പോകണം. നടന്നില്ല, കാരണം കൈ കാശ്. പ്രായോഗിക ജീവിതവും എന്റെ മനസ്സും തമ്മിൽ ചേരുന്നില്ല. ഞാൻ എന്റെ അയൽപക്കത്തേക്ക് ഒന്ന് പോയി. അവൻ എന്നോട് ഒരു സ്വീകാര്യതയോടുകൂടി ഇടപെട്ടില്ല. എന്റെ മനസ്സിന്റെ വിഷമമായി. ഞാനും എന്റെ പരിസരവും തമ്മിൽ മനസ്സിലായി. എനിക്കൊരു കാര്യം വേണമെന്ന് തോന്നി. എന്റെ പരിസരത്ത് എടുക്കാനില്ല. ഞാനും എന്റെ പരിസ്ഥിതിയും തമ്മിൽ ബന്ധത്തിലല്ല. അപ്പൊ നമ്മളെ എന്തുമായിട്ട് ചേർച്ചയില്ലാതാവുമ്പോൾ അവിടെയെല്ലാം നമുക്ക് ഡിഫിക്കൽറ്റി ഉണ്ടാവും. ഞാൻ എന്റെ ഭാര്യയോട് ഒരു കാര്യം ആവശ്യം, എനിക്കൊരു കാര്യം വേണമെന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അവൾ എനിക്ക് കൊണ്ടു തരികയാണ്. ഈ ഭാര്യയോട് തോന്നുന്നു പ്രണയം എന്തായിരിക്കും? ഇടയ്ക്ക് നുണയൊക്കെ പറയാം അല്ലെ? ഞാൻ പറയുന്ന കാര്യം ഭാര്യ ഉടനെ മനസ്സിലാക്കും. അതെന്താണെന്ന് വെച്ചാൽ ഞാനും അവൾക്ക് വേണ്ടിയുള്ള സുതാര്യതയാണ്, ട്രാൻസ്പാരൻസിയാണ്. എല്ലാവരും വിഭാഗം ചെയ്തിട്ടുണ്ട്. സ്വപ്നം കാണാനോ വാതില് തുറക്കുന്നു. അത് തന്നെ നമ്മൾ കുറച്ചുകൂടെ ഉയർന്ന സ്ഥലം.
അപ്പോ നമ്മൾ ഒരു കാര്യം വിചാരിക്കുന്നതിന് മുമ്പേ അത് പുറത്തു വരുന്നൊരവസ്ഥ. എന്റെ കൽപ്പന, എന്റെ ഇച്ഛയും പ്രകൃതിയുടെ കൽപ്പനയും ഒന്നാകുന്നതിന് എന്താ പറയാ? നിയോഗം. എന്റെ ഇച്ഛയും പ്രകൃതിയുടെ കൽപ്പനയും ഒന്നാകുന്ന അവസ്ഥ. ഞാൻ പറഞ്ഞതല്ല, ഒളിപ്പിച്ച് പറഞ്ഞതല്ല, ഭാഷയിലുള്ള. അപ്പോ നിയോഗം, വിധി, അത് രണ്ടും അദ്ദേഹം പറഞ്ഞതാണ്. വേറെ ആർക്കും യോഗം എന്നും പറയാം. അത് യോഗം, പൊരുത്തം, നിയോഗം ഇതൊക്കെ പറയാം. പക്ഷെ നമ്മൾ സാധാരണ അങ്ങനെ ഒരു അവസ്ഥയെ നമ്മൾ പറയുന്നത് ഇതെല്ലാമാണ്. പക്ഷെ ആ ഉണ്ടാകുന്ന അവസ്ഥയെ പറയുന്നത് സ്വസ്തി എന്നാണ്. സ്വസ്തി, സ്വസ്തി. നമുക്കുണ്ടാകുന്ന സ്വാസ്ഥ്യം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ അവിടെ നടക്കും. അപ്പോഴാണ് നമുക്ക് സ്വസ്ഥത ഉണ്ടാവുന്നല്ലേ. നമുക്കൊരു കാര്യം വേണം തോന്നി, അത് നടക്കും. സിമ്പിളാണ്, പറയുമ്പോ സിമ്പിളാണ്. എന്റെ ഇച്ഛയും പ്രകൃതിയുടെ കൽപ്പനയും ഒന്നാകുന്ന അവസ്ഥ എപ്പോഴാണ് സംഭവിക്കുക? എന്റെ ഇച്ഛ എന്ന് എനിക്ക് മനസ്സിലാവുകയും പ്രകൃതിയുടെ കൽപ്പന എന്തെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ആ സുതാര്യത സംഭവിക്കുമ്പോൾ മാത്രമേ അതൊന്നുണ്ടാവും. അല്ലെ? നിങ്ങൾ ബാറ്റിന്റെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സമയത്ത് ഇയാൾക്ക് തരുന്നുവെന്ന് അയാൾക്ക് മനസ്സിലാവണം, അയാളോട് സ്വീകരിക്കുമെന്ന് ഇയാൾക്ക് മനസ്സിലാവണം. ആ സമയത്ത് ബാറ്റ് അങ്ങോട്ട് പോകുമ്പോൾ ബാറ്റിൽ റിസീവ് ചെയ്യുമ്പോൾ ശരിയല്ലേ? ഇവിടെ നിന്ന് പോകണം, അവിടുത്തെ സ്വീകരിക്കണം, രണ്ടും ഒരുമിച്ച് നടക്കണം. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആ പ്രക്രിയയിൽ ഒരു സുതാര്യത സംഭവിക്കുമ്പോഴാണ് ഈ സ്വസ്ഥമായ ട്രാൻസ്ഫറിങ് നടക്കുക. ബാറ്ററി സ്വസ്ഥമായിട്ട് അങ്ങോട്ടേക്ക് പോകാം. ഈ സ്വസ്ഥത ഇല്ലെങ്കിലോ, ഈ ട്രാൻസ്പെറൻസി ഇല്ലെങ്കിൽ സ്വസ്ഥത നഷ്ടമായി. നമുക്ക് ഇപ്പൊ കിട്ടിയോ? അടി കിട്ടിയോ? കിട്ടിയല്ലോ അല്ലെ? അത് ശരിക്കും കിട്ടണം. ശരിക്കും അത് തോട്ടക്കാരൻ ചെയ്യുന്ന ബാറ്റ് തലയ്ക്ക് പൊട്ടാന്ന് കിട്ടിക്കഴിയുമ്പോഴാണ് ശരിക്കും ബോധം വരിക. ഇത് ഇപ്പോഴല്ല ബോധം വരിക, കിട്ടുമ്പോ നമുക്ക് കിട്ടലേ ഉണ്ടാവുള്ളൂ. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ റിയൽ ലൈഫിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കിട്ടുമ്പോൾ ഇത് ആ കിട്ടലാണ്. അപ്പോ എന്റെ ഇച്ഛ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ആവശ്യമാണ്. പ്രകൃതിയുടെ കൽപ്പന, പ്രകൃതിയുടെ ഒരു കാര്യം. രണ്ട് എൻറ്റിറ്റികൾക്കിടയിൽ വിനിമയം നടക്കുന്ന സമയത്ത് ആ വിനിമയം സുതാര്യമാവണം. ഞാൻ പറയുന്നത് എന്റെ ഭാര്യയ്ക്ക് മനസ്സിലാവണം. അപ്പോഴാണ് ഞാൻ പറയുന്നതനുസരിച്ച് ഭാര്യയ്ക്ക് അത് ചെയ്യാൻ കഴിയുക. ഞാൻ പറയുന്നത് അനുസരിക്കുകയല്ല, എന്റെ ആവശ്യത്തിനനുസരിച്ച് ഇംപ്രൊവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്റെ കുഞ്ഞിനോട് സംബന്ധിക്കും. കുഞ്ഞിനോട് പറയുമ്പോ മോനെ ഇങ്ങോട്ട് പോകാന്ന് പറയുമ്പോ അവനെ അപ്പം അങ്ങോട്ട് പോകും. അല്ലെ? അല്ല, കുഞ്ഞുങ്ങളുടെ സ്വഭാവം അല്ലേ? അവരൊക്കെ മുതിർന്നു. അപ്പോ കുട്ടികളോട് നമ്മൾ ഒരു കാര്യം ആവശ്യം, കുഞ്ഞിനെ അവനനുസരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. കുഞ്ഞിനത് മനസ്സിലാവുക എന്നൊരു കാര്യം, നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ കുഞ്ഞിന് മനസ്സിലാവുക എന്നൊരു കാര്യം. ഈ മനസ്സിലാകെ സംഭവിക്കുമ്പോഴല്ലേ കുഞ്ഞിനെ അനുസരിക്കാൻ പറ്റില്ല. കുഞ്ഞനുസരിക്കില്ല എന്നുള്ള കാര്യം മറ്റൊന്ന്, കുഞ്ഞ് അനുകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു അതിനനുസരിക്കും. ഞാൻ മിക്കവാറും ഈ പ്രൊപ്പഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സമയം കമ്പ്യൂട്ടറിലായിരിക്കും. ബാക്കി പറയാമല്ലോ. അപ്പൊ എന്നിട്ട് ഞാൻ അവരോട് പറയും കമ്പ്യൂട്ടർ ഉപയോഗിക്കും. ഇവരെന്താ ചെയ്യാ? നല്ല കാര്യമില്ല. ഞാൻ അവരുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കരുതോ, ഞാൻ അവരനുസരിക്കും, അനുകരിക്കാനാണ് താല്പര്യം ഉണ്ടാവും. അപ്പൊ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴാണ് അവർക്ക് മനസ്സിലാവും? ഞാനും അവരും തമ്മിൽ ഒരു മുഖത്തായിരിക്കണം, അഭിമുഖമായിരിക്കണം. അഭിമുഖമാകുമ്പോഴാണ് സുതാര്യമാവും. ഇപ്പൊ ഇവിടെ ഒരു കുഴൽ വെച്ചിരിക്കുന്നു, അവിടെ ഒരു കുഴൽ വെച്ചു. ഈ രണ്ട് കുഴലുകളും തമ്മിൽ അഭിമുഖമാകുന്ന സമയത്ത് ഇതിലൂടെ ഒരു പ്രകാശം വന്നാൽ ആ കുഴലിനകത്തൂടെ കടന്നപ്പുറത്തേക്ക് പോകും. അതിനെയാണ് നമ്മൾ സുതാര്യം എന്ന് പറയുന്നത്. അല്ലെ? സുതാര്യമാകുമ്പോഴാണ് ഇവിടെയുള്ളത് അപ്പുറത്തേക്കും അവിടെയുള്ളത് ഇവിടേക്ക് എത്തുക. നിങ്ങളും നിങ്ങളുടെ ഇടയിൽ തമ്മിൽ സുതാര്യതയിലായിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ഇടയ്ക്ക് മനസ്സിലാവും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞും തമ്മിൽ സുതാര്യതയിലാകുമ്പോൾ നിങ്ങൾ പറയുന്നത് കുഞ്ഞിന് മനസ്സിലാവും.
നിങ്ങളും പ്രകൃതിയും തമ്മിൽ സുതാര്യതയിലാകുമ്പോൾ നിങ്ങൾ പറയുന്നത് പ്രകൃതിക്ക് മനസ്സിലാവും. നിങ്ങൾ പറയുന്നത് പ്രകൃതിയുമായി സുതാര്യതയിലാകും, അതായത് നിങ്ങളും പ്രകൃതിയും തമ്മിൽ സുതാര്യതയിലാകുമ്പോൾ പ്രകൃതി പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാവും. എന്തുകൊണ്ടാണ് പ്രകൃതി നിങ്ങളോട് എന്താണ് ആവശ്യപ്പെട്ടതെന്ന് മനസ്സിലാവാത്തത്? എന്തുകൊണ്ടാണ് ഇത്രയും പേര് ഒഴുകിപ്പോയത്? എന്തുകൊണ്ടാണ് ആനകൾ ഒഴുകിപ്പോകാത്തത്? പ്രകൃതി പറഞ്ഞത് ആനയ്ക്ക് മനസ്സിലായി. മനുഷ്യരോട് ഒഴുകിപ്പോകും, നീ ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് പോയി. മറ്റവർക്ക് മനസ്സിലായി, അവർക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ്? സുതാര്യത ഇല്ലാത്തത്. ഈ സുതാര്യമായിരിക്കുമ്പോൾ അവർക്കിടയിൽ സംഭവിക്കുന്ന അവസ്ഥ എന്താണ്? സുതാര്യമായിരിക്കുമ്പോൾ അവർക്കിടയിൽ സംഭവിക്കുന്ന അവസ്ഥയാണ് യോഗം. യോജിച്ചിരിക്കുന്ന അവസ്ഥയാണ് യോഗം. ഓക്കെ, എന്താ പേര്? എവിടെ വീട്? കണ്ണൂർ. എന്തിലാണ് സെർച്ച് ചെയ്ത്? ഞാൻ സന്തോഷമുണ്ട്, പാലക്കാട്. അപ്പൊ നമ്മളും നമ്മുടെ ചുറ്റുമുള്ള ഏത് എൻറ്റിറ്റി ആയിട്ടും, അതൊരു വസ്തുവാകാം, വസ്തുതയാകാം, അതുമായി നമുക്ക് സുതാര്യമാകുന്ന അവസ്ഥയിലേക്ക് യോഗത്തിലാകുമ്പോൾ ഉണ്ടാകുന്നതാകാം. ഞാൻ ചലിക്കുന്നതിനനുസരിച്ച് അത് ചലിക്കും. ഞാനും അതും വേറൊന്നല്ല, രണ്ടല്ല എന്ന തിരിച്ചറിയും. സുതാര്യമല്ലെങ്കിലും യോഗമുണ്ടാകും. യോഗമാകാനുമ്പോ ഈ ഫാനിന്റെ നെട്ടുമ്പോട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അതിട്ട് കറക്കിയാൽ ശബ്ദം പിന്നെ കാണാം. മറ്റേ മൂന്നാം സിനിമയിൽ ശബ്ദത്തെ പറയുന്നുണ്ട്. അതുപോലെ അതിനൊരു വല്ലാത്ത ശബ്ദം നെട്ടുമ്പോട്ട് കഴിഞ്ഞിരിക്കുന്നു. നെട്ടുമ്പോട്ടൊക്കെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ അത് യോഗത്തിലാണ്. അവിടെ സുതാര്യത എന്നല്ല, ഇവിടുന്ന് അവിടേക്കും അവിടത്തേക്കും കണ്ണാടിത്തം ആവശ്യമില്ല. അത് രണ്ടും ഒന്നാണ്, അല്ലെ? നെട്ടുമ്പോട്ടോട്ട് ഉറുക്കി കഴിഞ്ഞാൽ രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഒന്നായിരിക്കുമ്പോൾ ഒരുപോലെയാണ് ചലിക്കും, ഒന്നായിട്ടാണ് ചലിക്കും. അതാണ് നമ്മുടെ കൈ ചേർത്ത് പിടിക്കുമ്പോണ്ടാവുക. അങ്ങനെ ആയിരിക്കുമ്പോഴാണ്, ഒന്നായിരിക്കുമ്പോഴാണ്, ഒരുപോലെ ചലിക്കുമ്പോഴാണ് നമുക്ക് ഒരേ വേഗത്തിൽ മുമ്പോട്ട് പോകാം, ഒരേ താളത്തിലായിരിക്കരുത്, ഒരു ശരീരമായിരിക്കരുത്. എന്റെ രണ്ട് കാലുകൾ രണ്ട് വടിയാണ് ചലിക്കുന്നതെങ്കിൽ വലത്തേക്കാലം മുമ്പോട്ട് പോകുമ്പോൾ ഇടത്തേക്കാലം പുറകോട്ട്, ഇടത്തേക്കാലം മുമ്പോട്ട് പോകുമ്പോൾ വലത്തേക്കാലം പുറകോട്ട്, ഇങ്ങനെ രണ്ടു വഴിയാണ് ചലിക്കുന്നതെങ്കിൽ അവ പരസ്പര ബന്ധിതങ്ങളായി ചലിക്കുന്നതുകൊണ്ടാണ് അർത്ഥം പറയുന്നത്. എന്നാൽ ഈ കാലം മുമ്പോട്ട് പോകുമ്പോൾ ഈ കാലം ഞാൻ ആ വഴിക്ക് പോകുന്നില്ല, ഈ വഴിക്കാൻ കൊണ്ട് വേറൊരു വഴിയെ തെരഞ്ഞെടുത്താണ് ഈ ശരീരം മൊത്തത്തിൽ അവിടെ ഇരിക്കും. അപ്പൊ പ്രകൃതിയുടെ ശരീരമാകുന്നത് നമ്മൾ ഓരോരുത്തരും ഒരു ചലനത്തിൽ ഒരു യോഗത്തിലാകാതിരിക്കുമ്പോഴാണ് നമുക്ക് പല വഴിയാകേണ്ടി വരും, പലതായിരിക്കേണ്ടി വരും. നിങ്ങൾ പലതല്ലേ? പല ജോലിക്ക് പോകുന്നവരല്ലേ? പല വീടുകളിൽ താമസിക്കുന്നവരല്ലേ? പല ബന്ധങ്ങളുള്ളവരല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റും. ഒരു സ്റ്റെപ്പ് കൂട്ടി പറയാം, അപ്പൊ അതിന്റെ അപകടം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറഞ്ഞു ശരിയല്ലേ? അവർക്ക് പല സ്ഥലങ്ങളിലുള്ളവര്, പല വീടുകളിലുള്ളവര്, പല ജോലിക്ക് പോകുന്നവര്, പല ശമ്പളം വാങ്ങിക്കുന്നവര്, പല സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവര്, അല്ലെ? നമ്മളെല്ലാം വെവ്വേറെയാണ്. ഇനി നിങ്ങളുടെ വീട്ടിലെ രണ്ടുപേര്, നിങ്ങൾ നിങ്ങളുടെ കല്യാണം കഴിയാത്തവര്, നിങ്ങളുടെ ഭാവിയിൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഇങ്ങനെ പല ഭാവനകളുണ്ടല്ലോ, അല്ലെ? നിങ്ങൾ രണ്ടുപേരും രണ്ട് ജോലിക്ക് പോകും, രണ്ട് ശമ്പളമാണ്, രണ്ട് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ജീവിക്കും, രണ്ട് മൊബൈൽ ഫോണുമായിട്ട് ജീവിക്കും, രണ്ട് ബന്ധങ്ങളുമായി ജീവിക്കും, രണ്ടായി ജീവിക്കും. എന്നിട്ട് ഒരു കിടക്കയിൽ കിടന്നുറങ്ങുന്നു എന്ന് പേര്, ഒരു കുടുംബത്തിന്റെ ആണിക്കല്ലുകളാണെന്നുള്ള പേര്, ഒരു കൂട്ടം കുട്ടികളുടെ മാതാപിതാക്കളാണെന്ന പേര്,
ഒരു സ്വത്തിന്റെ അവകാശികളാണെന്ന പേര് അല്ല, ഒരുമിച്ച് ജീവിക്കുന്നു എന്ന പേര് ജീവിക്കുന്നു. സത്യമാണ് ഞാൻ പറഞ്ഞു. ഏകതാളമുണ്ടോ അതിന്? നിങ്ങളുടെ ജോലികൾ തമ്മിൽ ഏകതാളത്തിൽ നിങ്ങളുടെ വരുമാനങ്ങൾ, ചിലപ്പോ വീടിന്റെ ലോൺ അടയ്ക്കാൻ നമ്മൾ എല്ലാ വരുമാനം ഒരുമിച്ച്, പക്ഷേ എത്ര വീടുകളിൽ എന്റേത് നിന്റേത് എന്നുള്ള വ്യത്യാസമില്ലാതെ ഒറ്റയായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകും. മക്കളുടെ കാര്യത്തിൽ എന്റേത് നിന്റേത് എന്നുള്ള വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ഒറ്റയ്ക്ക് കൊണ്ടുപോകും. ബന്ധങ്ങൾ, വിനിമയങ്ങൾ യോഗത്തിലായിരിക്കുന്നവർ എത്ര പേര്? ഇതിന് ഏറ്റക്കുറച്ചിലുണ്ടാവും. ഞാൻ പറഞ്ഞത് നമ്മളിതൊരു ബൈനറി അല്ല, 0-100 എന്ന് പറയുന്ന ഒരു ബൈനറി അല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഇതിൽ എത്ര ശതമാനം ഉണ്ടെന്ന് ആലോചിക്കും. നിങ്ങളും നിങ്ങളുടെ ഇടയിൽ തമ്മിലുള്ള ബന്ധത്തിൽ ഈ യോഗം എന്നുള്ളത് ശതമാനം. അപ്പൊ നമ്മളും പ്രകൃതിയും തമ്മിലുള്ള യോഗം സംഭവിക്കാത്തൊരു അത്ഭുതമില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ വെച്ച് നിങ്ങളുടെ ഇണയുടെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ മാതാപിതാക്കളുമായി നിങ്ങൾക്ക് യോഗം ആലോചിച്ചു. ഉത്തരവാദിത്തം നിർവഹിക്കും. പക്ഷെ എനിക്ക് എന്റെ ജോലി പോയി. നിങ്ങളുടെ സഹോദരങ്ങളുമായി കഴിയും, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി കഴിയും, നിങ്ങളുടെ വീട്ടിലെ ജീവജാലങ്ങളുമായി, നിങ്ങളുടെ പരിസരവുമായി. അപ്പൊ യോഗം എന്ന് പറയുന്നതിന് എല്ലായിടത്തും യോഗങ്ങൾ, എവിടെ ചെല്ലുന്നു നമ്മുടെ പരിസരവുമായിട്ട് എല്ലായിടങ്ങളും യോഗത്തിനുള്ള വീട്ടിൽ ആ യോഗവുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുക? നിങ്ങൾക്ക് അതുമായിട്ടൊരു സുതാര്യതയും ഇല്ലേ? ഇല്ലാതായി പോയി. അതോ ഇത് ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണ്, അറിയാതെ പോയത്? ഒന്ന് പരിശോധിക്കും. അപ്പൊ ഈ യോഗമില്ലായ്മയുടെ ഒരു വലിയ രൂപം തന്നെയല്ലേ നമ്മൾ പ്രകൃതിയിൽ തമ്മിൽ വായിപ്പോയത്? ഇത്രയും കാലം ഉണ്ടായിപ്പോയത് അത് തന്നെയല്ലേ? അല്ല സുഹൃത്തെ, ഒത്തുമ സംഭവിച്ചത് തന്നെയല്ലേ? നമ്മളും അവളും തമ്മിലുള്ള ദൂരം നമ്മൾ അറിയാതെ ചേർന്നിരുന്നപ്പോ പോലും അത് നമ്മളാണ് അറിഞ്ഞില്ല. അത് എന്റേതാണ്, ഞാൻ തന്നെയാണെന്ന് അറിയാതെ പോയത് അല്ലേ? അതുകൊണ്ടല്ലേ ശ്രീകുമാറിന്റെ വീട് ഇപ്പോഴും പോകാതെ പറഞ്ഞിരിക്കുന്നത്. ശ്രീകുമാറിന്റെ വീടിന്റെ രണ്ടു വർഷം ഇങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ട് ശ്രീകുമാർ എന്നുള്ള പുത്തുമലയിൽ തന്നെ ഇരിക്കുന്നത്. ഇത്തവണ അത് മാറി സംഭവിച്ചു. പുള്ളി അന്ന് മുതൽ ഇതുവരെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? ശരി, ആളെ അറിയില്ല. അതായത് പുത്തുമലയിൽ കഴിഞ്ഞവരുടെ ദുരന്തം ഉണ്ടായില്ലേ? ആ മൊത്തത്തിൽ ഇങ്ങനെ വീടുകൾ ഒലിച്ചു വന്നു. ഒരു ഭാഗം മാത്രം നിർത്തിക്കും. അത് ശ്രീകുമാറിന്റെ വീടാണ്. രണ്ട് സൈഡും ഇങ്ങനെ ഒലിച്ചു പോവാം. ഈ ആശാൻ പ്രകൃതി എന്ന് പറയുന്ന ആ ഒരു സംവിധാനവുമായിട്ട് ഹൃദയം കൊണ്ട് ചേർന്ന് ജീവിക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അതെ. ആ പുള്ളിയുടെ വീടിനെ അവിടെ നിലനിർത്തിയിട്ട് പുള്ളിയുടെ കൂടെയുള്ള മുഴുവനൊക്കെ പോയി, എന്നുവെച്ചാൽ അയൽക്കാരും ഒക്കെ പോയി. പുള്ളിയുടെ വീട് അവിടെ തന്നെ പച്ചക്ക് ജീവിതത്തിൽ കണ്ടതാണ്. അതിശയോക്തിയല്ല, കൽപ്പനയല്ല, നമ്മൾ ജീവിതത്തിൽ കണ്ട കാര്യം. എന്തുകൊണ്ടാണ് ശ്രീകുമാർ പോകാതായത്? യോഗത്തിലായിരുന്നു. മറ്റുള്ളൊരു യോഗത്തിലാകുന്നില്ല. അപ്പൊ നമുക്ക് യോഗത്തിലാകാൻ ശേഷിയോ എന്നുള്ളതാണ് അറിയാം. യോഗത്തിലാകാൻ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ഒരു മകളുണ്ട്, പറയാം. അടുത്ത് വന്ന് കിടക്കുമ്പോ സെറ്റ് നിട്ട പോലെ കിടക്കുക, കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റും. കണ്ടുപോലെ സെറ്റ് നിട്ട പോലെയാണ് കിടക്കുന്നത്. നമുക്ക് ചേർത്ത് പിടിച്ച് കിടക്കാൻ പറ്റും. സെറ്റ് നിടുമ്പോ സെറ്റിന്റെ മുനമ്പില്ലേ ഇങ്ങനെ പൊങ്ങി നിൽക്കില്ലേ? മോളെ വിടും. സെറ്റിന്റെ മുനമ്പ് എവിടെയൊക്കെ ഉണ്ട് നമുക്ക്? മുനമ്പുകൾ മനസ്സിലായി? ഇന്നലെ
ഈ അഭിഷത്തിന്റെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഈഗോ അറക്കല്ലുകളല്ലേ വലിയ പാറക്കല്ലുകൾ അതിലൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മണ്ണൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഇതൊക്കെ വക്കൊക്കെ ഭയങ്കര ഇപ്പൊ വെള്ളത്തിൽ ഒരിക്കലിൽ ഇങ്ങനെ ഒരിച്ചൊരിച്ചൊരിച്ചൊരിച്ചു വന്ന് ഇതവിടെ കിടന്നിട്ട് ഈ പൊട്ടി നിൽക്കുന്നത് ഈ വക്കായിട്ട് നിൽക്കുന്നത് അങ്ങോട്ട് തട്ടി കുട്ടി തട്ടി പൊടിഞ്ഞ് 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 അതൊക്കെ മണലായി ഏറ്റവും താഴെ എത്തിയപ്പോ ഉള്ളക്കല്ലുകളായി ഈ ഉള്ളക്കല്ല് നമ്മുടെ അതിന്റെ വിരസം അനുഭവിക്കുക പണ്ടതിന്റെ സ്വഭാവം ഇതുപോലെ നമുക്ക് നമ്മുടെ പരിസരവുമായി ചേർന്ന് ഇടുങ്ങി പോകാനുള്ള തട്ടലും മുതലും ആദ്യം ഉണ്ടാവണം. ഈഗോയുടെ മുനമ്പുകളിൽ അറിവിന്റെ മുനമ്പുകൾ, അനുഭവത്തിന്റെ മുനമ്പുകൾ, പരിചയത്തിന്റെ, നമ്മുടെ പ്രൗഢിയുടെ ഒക്കെ മുനമ്പുകളിൽ ഈ മുനമ്പുകൾ തട്ടി 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 പോണം. ആദ്യം തട്ടലുണ്ടാവും, ശരിയാ, പക്ഷെ അത് പോണം. അത് പോയി 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 വികസിക്കണം. അപ്പോ നമുക്ക് ചേർന്നിരിക്കാം. മുനമ്പായിരിക്കുമ്പോൾ തോന്നലും പോലെ ഇങ്ങനെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റില്ല. സ്നേഹത്തോടെ ഒന്നും അടുത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അടുക്കണമെന്നുണ്ടെങ്കിൽ ആ മുനമ്പ് പാടില്ല, മുനമ്പില്ലാതെ ചേർത്ത്. അപ്പൊ യോഗത്തിന് വിയോഗമാകുന്നത് ഏതാണ്? യോഗത്തിന് വിരുദ്ധമാകുന്നത് ഏതാണ്? മുനമ്പുകൾ. യോഗത്തിലാകാതിരിക്കാൻ കാരണമാകുന്നത് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത് മുനമ്പുകളാണ്. മുനമ്പുകൾ എവിടെന്നാ വരുന്നത്? ഈഗോയിൽ നിന്നാണ്. ഞാനിൽ നിന്നാണ് ഈ സാധനം ഉണ്ടാവുന്നത്. ഞാൻ നോക്കുമ്പോൾ അതുകൊണ്ട് അനുബന്ധം എല്ലാ സാധനം വരും. എന്റെ കഴിവ്, എന്റെ ശേഷി, എന്റെ പ്രായം, ഇത് എന്റെ പ്രൗഢി, ഞാൻ ആരാ? കമലഹാസന് ഔവൈശം എന്നുള്ള സിനിമയില് ആ ഔവയാറിന്റെ വേഷം കെട്ടി നല്ല പ്രാണസ്ത്രീയായിട്ട് ഇങ്ങനെ നല്ല കുലസ്ത്രീയായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇടയ്ക്ക് ഒരു ചെറിയ ഇരുണ്ട കോറിഡോർ പുള്ളി പെട്ടെന്ന് നടത്താൻ ഇങ്ങനെ ചന്തിയിലിട്ട് 4 മാന്തലും മാന്തിയിട്ട് അപ്പുറത്തെ വീണ്ടും നല്ല കുലസ്ത്രീയായിട്ട് നടക്കുന്ന ഒരു സീനുണ്ട്. നമ്മുടെ ഒക്കെ അവസ്ഥ കുളിമുറി വരുമ്പോ നമ്മൾ എത്ര വൃത്തിയിട്ടല്ല കഴിച്ച് മാരാലപ്പായിട്ട്, പക്ഷെ വെളിയിൽ വരുമ്പോ പത്രം എടുത്തിട്ട് വരും. മറ്റേ തോർത്തും അതിന്റെ വെളിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ഉടുപ്പിടും. മുറ്റത്തേക്ക് ഇറങ്ങുന്നത് വേറെ കുറച്ചുകൂടെ നല്ലോടും. വെളിയിലേക്ക് കടക്കി പോകുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ലോടും. നമ്മുടെ ആ സ്ഥലം വിട്ടിട്ട് ബസ്സിൽ കയറി വേറെ വിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പിന്നെയും ഉടുപ്പ് മാറ്റും. ദൂരത്തേക്ക് പോകുന്നവരെ നമ്മൾ ഉടുപ്പുകൾ ഇങ്ങനെ അണിഞ്ഞടിഞ്ഞു വരും. കോറിലേക്ക് പോയാൽ നമ്മൾ പച്ചക്കാരാണ്, നമ്മൾ തന്നെയാണ് അല്ലെ? ഈ നമ്മുടെ പച്ചക്ക് നിൽക്കുന്ന, നമ്മളെ നഗ്നമായിരിക്കുന്ന അവസ്ഥ, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ഈഗോയുടെ നഗ്നതയിലായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മുൻപിൽ എന്തൊക്കെയാണ്? അതിനെ തന്നെ ഒടിച്ച് കളയണം. അതിനെയല്ലേ തേച്ച് 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 ഇല്ലാതെയാക്കണം. അത് മുറിച്ച് കളയുമ്പോഴാണ് എനിക്ക് എന്റെ കുഞ്ഞിനോട് ചേർന്നിട്ടുണ്ടാകുന്നത്. അപ്പോഴാണ് എനിക്ക് എന്റെ മാതാപിതാക്കളോട് ചേർന്നിട്ടുണ്ടാകുന്നത്. അപ്പോഴാണ് എനിക്ക് എന്റെ ഗുരുക്കന്മാരോട് ചേർന്നിട്ടുണ്ടാകുന്നത്. അപ്പോഴാണ് എനിക്ക് ഇണയോട്, സുഹൃത്തുക്കളോട്, എന്റെ അയൽക്കാരോട്, അയൽവാസികളോട്, അയൽജീവികളോട്, അയൽ പ്രദേശങ്ങളോട്, പരിസരത്തോട്, പരിസ്ഥിതിയോട്, പ്രകൃതിയോട് എന്റെ മുനമ്പുകൾ ഒടിയുമ്പോഴാണ്. ഈ മുനമ്പുകൾ ഒടിയുന്ന വഴിയാണ്. മുനമ്പുകൾ ഒടിക്കണമെങ്കിൽ ചിലപ്പോ അറിവിന്റെ മുനമ്പുകൾ നിങ്ങളിൽ നിന്ന് ഒടിച്ചു കളയേണ്ടി. അതെങ്ങനെ എന്ത് എന്നുള്ള വഴികളാണ് പറയുന്നത്. എന്തുകൊണ്ടും ഞാൻ അന്വേഷിച്ചു പോയ പാഠങ്ങളിൽ കിട്ടിയ കാര്യങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ട് ഞാൻ അതിന് വിശദീകരിച്ചു പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഒരുപാട് വിശദീകരണത്തിന്റെ വഴി പോകട്ടെ. നിങ്ങളുടെ മുനമ്പുകൾ ഒടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് യോഗത്തിനാണ് കഴിയും. പരമമായ യോഗം എന്ന് പറയുന്നത് ഞാനും എന്റെ മനസ്സും ഈ പരമമായ പ്രകൃതി തമ്മിലുള്ള യോഗമാണ്. ഈ യോഗത്തിലായിരിക്കാൻ കഴിയുന്ന ഞാൻ പറഞ്ഞു തുടങ്ങിയത് സംഗീതത്തിലാണ്. സംഗീതത്തിലായിരിക്കുന്ന ഞാനും ഞാൻ കേൾക്കുന്ന പാട്ടും ഞാൻ ആലപിക്കുന്ന സ്വരവും എല്ലാം തന്നെയാകുന്ന നാദയോഗം എന്ന് പറയുന്നത് നാദത്തിൻ്റെതായ യോഗത്തിൽ ആയിരിക്കുന്നിടത്ത്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും നാദമാണെന്ന് കരുതുന്നത് അത് നമ്മുടെ പരിസരവുമായി എത്രത്തോളം ചേർന്ന് എന്നത് മനസ്സിലാക്കണം. ആ ചേർച്ചയിലായിരിക്കണം കഴിയുക. അപ്പൊ ഇതാണ് കോറായിട്ടുള്ളത്. ഇങ്ങനെ ചേർന്ന് പോകുമ്പോഴാണ് അടുത്ത ഉരുൾപൊട്ടൽ നമ്മുടെ തലയിൽ വരാം.
ഇനി 6 വർഷം, വെറും 6 വർഷങ്ങളാണുള്ളത് നമ്മുടെ മുന്നിൽ ടോട്ടൽ റീസെറ്റ് എന്നുള്ള അവസ്ഥയിലേക്ക് വരാം. ആ ടോട്ടൽ റീസെറ്റ് എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ലോകം തിരികെയാണ്. അതോറിറ്റേറിയൻ സിസ്റ്റം, ഇലുമിനാറ്റിയുടെ സിസ്റ്റം ലോകത്തെ കൈയാളി മുഴുവനായിട്ടും കയ്യിലെടുക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവിടെ അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ, ചികിത്സാ സമ്പ്രദായത്തിലൂടെ നമ്മുടെ ജീവിതത്തെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റിസർച്ച് ചെയ്യാൻ പോകും, അവിടെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞു, റിസർച്ച് ചെയ്ത് ജോലിയൊക്കെ ആയിട്ട് പോകും. വെറുതെ മാന്തിയതാണ്. അപ്പോ അവരുടെ സിസ്റ്റത്തിലേക്ക് പൂർണ്ണമായിട്ട് അവർക്ക് വേണ്ടി അളവെടുക്കാൻ പോകണം. അവർക്ക് വേണ്ടി ഭൂമിയൊക്കെ അളവ് തിരിച്ച് ഒപ്പം താഴ്ചയൊക്കെ രേഖപ്പെടുത്തി കൊടുക്കുന്ന ആളാണ്. അങ്ങനെ അവരുടെ ചരിത്രം പറയുന്ന ആളായി, അവരുടെ ശാസ്ത്രത്തെ കുറിച്ച് പറയുന്ന ആളായി. മൊത്തം അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന IT. അവരാണ് ലോകം. അവരുടെ ലോകത്താണ് നമ്മൾ ജീവിച്ചത്. അവർക്ക് വേണ്ടി കുറെ കാലം പത്രത്തിൽ അതിനു പകരം നമുക്ക് വേണ്ടി നമുക്ക് എന്ത് ആയിരിക്കാൻ കഴിയും? നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കഴിയും. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കും, നിങ്ങളുടെ മുനമ്പുകൾ മാറ്റി നിർത്തിയത് ആരൊക്കെയാണ്? നിങ്ങളുടെ പരിസരത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങളുടെ അയൽവക്കക്കാരെ നോക്കിയിട്ട് നിങ്ങളൊന്ന് സ്വയം ഒന്ന് ചോദിച്ചു, ഞാൻ ഇവരെ എന്നോട് എത്രത്തോളം ചേർത്ത് നിർത്തിയിട്ടുണ്ട്, എനിക്ക് അവരോട് എത്രത്തോളം ചേർന്ന് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട് നിൽക്കാവുന്ന കാര്യത്തെ പോലും ഞാൻ എത്രത്തോളം അടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മനുഷ്യകുലത്തോടും ജീവകുലത്തോടും ജീവരാശിയോടും ഒക്കെ തന്നെ നമ്മൾ അകച്ച പ്രഖ്യാപിച്ചിട്ട് നമ്മൾ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നു? ലോകത്തെ ഭരിക്കുന്നവർക്ക് വേണ്ടി. ഇലുമിനാറ്റിയിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലായിട്ട് പറഞ്ഞു, എന്റെ ശരിയായിട്ടുള്ള ആധികാരിക പദം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻസ് എന്നാണ്. ഈ അതോറിറ്റേറിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കും. അതിന് നമുക്ക് വേണ്ടി, നമുക്കും നമ്മുടെ നാടിനും നമ്മുടെ ചുറ്റുപാടിനും വേണ്ടി നമുക്ക് ജീവിക്കാൻ അല്പ സമയമുണ്ട്. അതിന് തിരിച്ചറിവ് എന്താണ് വേണ്ടത്? അത് ഈ ഭൗതിക രൂപത്തിലാണോ, ജ്ഞാനത്തിന്റെ രൂപത്തിലാണോ അറിയേണ്ടത്, ആത്മീയ രൂപത്തിലാണോ അറിയേണ്ടത്, ഏത് രൂപത്തിലാണ്? ഇപ്പൊ പ്രായോഗിക രൂപത്തിൽ യോഗത്തിലാകുന്നതിന് കുറെ കഥകൾ പ്രാക്ടീസ് ചെയ്തു അല്ലെ, പാറ്റേണുകളും കൈമാറിയപ്പോ പ്രായോഗികമാണ്. അത് നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം ഉണ്ടായിരുന്നു. ഇങ്ങനെ 30 ഡിഗ്രി ചേർന്ന് വരുമ്പോൾ ഞാൻ 35 ഡിഗ്രി കൈ ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയം ഉണ്ടായിരുന്നു. വരുമ്പോ വാങ്ങിക്കുക, അതേ പറ്റും. വേറൊരു കാര്യമില്ല, ആലോചിക്കാൻ സമയമില്ല. നമ്മൾ പ്രായോഗികമായിട്ട് നേരിട്ട് ആ സാധനത്തിലേക്ക് കയറണം. ജീവിതം അതുപോലെയാണ്, നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. ജീവിതം നമ്മൾ ഇവിടെ ഇൻസ്റ്റൻസസ് ആയിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കും. അവിടെ നമുക്ക് യോഗത്തിലാവണം, നമുക്ക് ചില സമ്മതങ്ങളുണ്ടാവും. ഒന്നാമത് നമ്മുടെ മുനമ്പുകൾ കുടിച്ചു കളയാൻ തയ്യാറാണെന്നുള്ള സമ്മതം. എന്റെ ചുറ്റുമുള്ള ബന്ധുക്കളായി സ്വീകരിക്കുന്നത് ഞാൻ ബന്ധുവായിരിക്കുമെന്ന്. എന്റെ അളവുകളുടെ മുനമ്പുകൾ കൊണ്ട് ഞാൻ എന്നെ തീർക്കില്ല. പകരം ശരിയായ അളവിന്റെ പ്രകൃതിയുടെ ധിഷണയുടെ, പ്രകൃതിയുടെ വിജ്ഞാനീയത്തിന്റെ വഴി പോകാൻ ഞാൻ തയ്യാറാണെന്ന് തിരിച്ച സമ്മതം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ വഴിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതാണ് എന്റെ ഇന്നത്തെ നിയോഗം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഏത് തരത്തിലാകാം, ഏതൊക്കെ മേഖലകൾ വേണമെങ്കിലാകാം, അതെല്ലാം ചോദിക്കാൻ ആഫ്റ്റർനൂൺ സെഷനിൽ പോവാം. ഉച്ചയ്ക്ക് നമ്മൾ ഒരു വിഷയമായി അവതരിപ്പിക്കുന്നു, വിഷയമാണ് അവതരിപ്പിക്കുന്നത്. പ്രകൃത്യാത്മീയതയും ശുദ്ധതയും എന്നുള്ള വിഷയമാണ് സംസാരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം. അതിനുശേഷം നമുക്ക് ഓപ്പൺ സെഷനിലേക്ക് അറിയാം. ഓപ്പൺ സെഷന്റെ പ്രത്യേകത നിങ്ങൾക്ക് എത്ര അറ്റം വരെ വേണം ചോദിച്ചിട്ട് എത്ര അറ്റം വരെ പോവാം. പിന്നെ നമ്മള് മകത്മതയുടെ ആളുകളാണ്. ആരെങ്കിലും ഇങ്ങനെ വെച്ച് നമ്മളെ കഴിഞ്ഞാൽ അത് മുഴുവൻ അകത്തേക്ക് പോകുന്നത്. അങ്ങനെ ചോദ്യങ്ങളും അന്വേഷണവും ഇല്ലാത്തവർക്ക് ഉത്തരവ് ഉണ്ടാവും, അന്വേഷിക്കുന്നവർക്ക് ഉത്തരവുണ്ടാവും. ആ ഉത്തരവ് ഉള്ളിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇപ്പോഴത്തെ ഈ പ്രാഥമിക സന്ദേശം നിർത്തുകയാണ്. ഈ 12:30 കഴിഞ്ഞു ഭക്ഷണം കഴിച്ച ശേഷം ബാക്കിയുള്ളത് അതല്ലേ നല്ലത്. അതല്ല നല്ലതെന്നുണ്ടെങ്കിൽ എനിക്കതാണ് നല്ലത്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത്, നല്ല ഉച്ചയ്ക്ക് കഴിക്കാം. അപ്പൊ കഴിക്കാം, നമുക്ക് കഴിച്ചിട്ടിരിക്കാം. പിന്നെ അല്ലെ